അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണ്, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ആണ്, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിലെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എങ്ങനെയാണ് ലീനിയർ പ്രോഗ്രാം പ്രോബ്ലംസ് LPPs സോൾവ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കാനേ പോണേ ഉള്ളൂ. അതിന് മുന്നേ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ ടെർമിനോളജിയും അതുപോലെ തിയറംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടെർമിനോളജി അല്ലെങ്കിൽ തിയറംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എങ്ങനെയാണത് സോൾവ് ചെയ്യുക എന്നുള്ളത് പഠിക്കാൻ പോണേ. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് കോൺവെക്സ് സെറ്റ്. എന്താണ് കോൺവെക്സ് സെറ്റ് എന്നുള്ളത് നമ്മൾ നോക്കണേ. നമ്മൾ ലെറ്റ് എസ് ബി എ സബ്സെറ്റ് ഓഫ് Rn, അതായത് നമ്മൾ Rnന്റെ സബ്സെറ്റ് ആണ്. 2 dimensional ആവാം, 3 dimensional ആവാം, 4 dimensional ആവാം, ഏത് ആയിക്കോട്ടെ. അതിന്റെ സബ്സെറ്റ് ആണ് എന്ത് എസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എസ് is said to be convex if whenever x1 x2 x3 etc xn y1 y2 y3 y3 etc yn belongs to S, then tx plus 1 minus ty belongs to S. അതായത് ഈ എസ് എന്ന് പറയുന്ന സബ്സെറ്റ് Rnന്റെ ഒരു സബ്സെറ്റ്, അത് 2 dimensional ആണെങ്കിൽ അതിൽ രണ്ടെണ്ണം x1 x2 ഉണ്ടാവുള്ളൂ. 3 dimensional ആണെങ്കിൽ x1 x2 x3 ഉണ്ടാവുള്ളൂ. അങ്ങനെ പറയുന്ന ആ സബ്സെറ്റ് കോൺവെക്സ് ആവണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ 2 dimensional ആയിട്ട് എടുക്കുകയാണെങ്കിൽ x1 x2 മാത്രമേ ഉണ്ടാവുള്ളൂ, y1 y2 എന്ന് പറയുന്ന രണ്ട് എലമെന്റുകൾ. ഓക്കെ, അത് ബിലോങ്സ് ടു എസ് ആണെങ്കിൽ ദെൻ tx പ്ലസ് 1 മൈനസ് ty, അതിലുള്ള ആ x1 x2 അതുപോലെ y1 y2 എന്ന് പറയുന്ന വാല്യൂസ് ഈ പറയുന്ന tx പ്ലസ് 1 മൈനസ് ty എന്ന് പറയുന്ന എക്സിലേക്കും വൈയിലേക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന പോയിന്റുകളും ആ പറയുന്ന എസ് എന്ന് പറയുന്ന സബ്സെറ്റിലുള്ളത് തന്നെയായിരിക്കും എന്നാണ് പറയണത്. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി സിംപ്ലി നമുക്ക് പറയാൻ പറ്റും, എ സബ്സെറ്റ് ഓഫ് Rn ഈസ് കോൺവെക്സ്. ഈ Rnന്റെ ഒരു സബ്സെറ്റ് കോൺവെക്സ് ആവണമെങ്കിൽ if the line segment connecting any 2 points in the subset are also entirely within the subset. നമുക്കൊരു ലൈൻ സെഗ്മെന്റ് കിട്ടി എന്ന് വിചാരിക്കുക. ആ ലൈൻ സെഗ്മെന്റ് കോൺവെക്സ് ആവണം എന്നുണ്ടെങ്കിൽ ആ ലൈൻ സെഗ്മെന്റിലെ റീജിയൻസ് അല്ലെ അതിലെ പോയിന്റ്സ് എന്തായിരിക്കണം? ഏത് രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ കിട്ടുന്ന ലൈൻ സെഗ്മെന്റ് നമ്മുടെ സബ്സെറ്റിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ മുകളിൽ പറഞ്ഞത് ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ പോയിന്റുകളും ആ പറയുന്ന എസ് എന്ന് പറയുന്ന സബ്സെറ്റിലുള്ളത് തന്നെ ആയിരിക്കണം എന്നാ പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ സബ്സെറ്റ് ഓഫ് Rn ഒരു സബ്സെറ്റ് കോൺവെക്സ് ആവണമെങ്കിൽ ആ സബ്സെറ്റിലുള്ള ഏത് രണ്ട് പോയിന്റ് എടുത്താലും ആ ലൈൻ സെഗ്മെന്റും എവിടെ തന്നെ ആയിരിക്കണം? ആ സബ്സെറ്റ് തന്നെ ആയിരിക്കണം. ഉദാഹരണം എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കിയേ. ഈ വരച്ചിട്ടുള്ള ഫിഗർ നോക്കിയേ. അതിൽ ഏത് രണ്ട് പോയിന്റ് എടുത്താലും ആ ഫിഗറിന്റെ ഉള്ളിൽ, ആ സബ്സെറ്റിന്റെ ഉള്ളിൽ ഏത് രണ്ട് പോയിന്റ് എടുത്താലും ആ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എവിടെയായിരിക്കും? ആ സബ്സെറ്റിന്റെ ഉള്ളിൽ തന്നെ, ആ ഷെയ്ഡഡ് റീജിയന്റെ ഉള്ളിൽ തന്നെയല്ലേ? അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. ഇതാ ഈ ഫിഗർ നോക്ക്. ഈ ഫിഗറിൽ ഈ ഷെയ്ഡഡ് റീജിയന്റെ ഉള്ളിലുള്ള ഏത് പോയിന്റ് എവിടെ വേണമെങ്കിലും എടുത്തോ, അത് നമ്മൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈൻ സെഗ്മെന്റ് എവിടെ തന്നെയാണ്? ആ ഷെയ്ഡഡ് റീജിയൻ അല്ലെങ്കിൽ ആ സബ്സെറ്റ് തന്നെയാണ് ഉള്ളത്. ഇപ്പൊ ഇത് നോക്കി, ഇതിലുള്ള ഈ പോയിന്റും ഇവിടെയുള്ള പോയിന്റും ഞാൻ എടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആ ലൈൻ സെഗ്മെന്റ് എന്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്? ആ സബ്സെറ്റിന്റെ ഉള്ളിൽ തന്നെയാണ്. നേരെ മറിച്ച് ഇവിടെ നോക്കിയേ, ഈ തന്നിട്ടുള്ള നോൺ കോൺവെക്സ് സെറ്റിൽ തന്നിട്ടുള്ള ഇത് നോക്കിക്കേ, രണ്ട് പോയിന്റ് ഇതിന്റെ ഉള്ളിൽ വേണമെങ്കിൽ പോയിന്റ് ഉണ്ടാവും. ഈ രണ്ട് പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്താൽ അത് നമ്മൾ ജോയിൻ ചെയ്താൽ അതെന്താണ്? ലൈൻ സെഗ്മെന്റ് എന്തിന്റെ ഉള്ളിൽ തന്നെയാണ്? ആ സബ്സെറ്റിന്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരു പോയിന്റ് എങ്കിലും ഇല്ലേ? അങ്ങനെ അല്ലാത്ത ഇഷ്ടം പോലെ പോയിന്റുകളുണ്ട്. അതിലൊരു പോയിന്റ് ആണ് ഈ വരച്ച് വെച്ചിട്ടുള്ളത്. ഞാൻ രണ്ട് പോയിന്റുകൾ മാർക്ക് ചെയ്തു, അത് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് വരച്ചു. ആ ലൈൻ സെഗ്മെന്റിലുള്ള ചില പോയിന്റുകൾ എവിടെയാണ്? ആ സബ്സെറ്റിന്റെ പുറത്താണ്. അപ്പൊ അത് നോൺ കോൺവെക്സ് സെറ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ കോൺവെക്സ് സെറ്റ്. ഇവിടെ ബാക്കിയുള്ള രണ്ട് എക്സാമ്പിളും അത് തന്നെയാണ് കാണിക്കുന്നത്. നോക്കിയേ, ഇതാണ് ഷെയ്ഡഡ് റീജിയൻ. അതിലുള്ള ഇവിടെയുള്ള ഒരു പോയിന്റും ഇവിടെയുള്ള ഒരു പോയിന്റും കൂടി ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ സംഭവിക്കണം എന്താ? ആ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ സെഗ്മെന്റ് ആ സെറ്റിന് പുറത്ത് പോകുന്നുണ്ട്. ആ സെറ്റിന്റെ പുറത്തുള്ള ചില പോയിന്റുകളും ആ ലൈൻ സെഗ്മെന്റിലുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇത് കംപ്ലീറ്റ് സർക്കിൾ ആയിട്ടില്ല.
ഇവിടെ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ അതിന്റെ പുറത്താണ്, ആ സബ്സെറ്റിന്റെ പുറത്താണ്. നേരെ മറിച്ച് ഇവിടെ 2 പോയിന്റുകൾ എടുത്താൽ അത് സബ്സെറ്റിന്റെ ഉള്ളിലാണ്. പക്ഷെ ഒരു പോയിന്റെങ്കിലും പുറത്തുണ്ട് എങ്കിൽ, ഒരു പോയിന്റെങ്കിലും പുറത്തു പോയാൽ അതെന്താണ്, നോൺ കോൺവെക്സ് ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ ഒരു കോൺവെക്സ് സബ്സെറ്റ് ആവണമെങ്കിൽ ആ ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ സെറ്റിലുള്ള ഏത് പോയിന്റുകൾ എടുത്തിട്ട് ലൈൻ സെഗ്മെന്റുകൾ വരച്ചാലും അത് എന്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം, ആ സെറ്റ് തന്നെ ആയിരിക്കണം വരേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് കോൺവെക്സ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സ്റ്റേറ്റ് ദാറ്റ് എസ് is equal to x1 x2 2x1 plus 3x2 is equal to 7 is a convex set in R2 എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പം 2x1 plus 3x2 is equal to 7 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്, ആ സെറ്റ് പോയിന്റുകളുടെ സെറ്റ് ആണ് 2x1 plus 3x2 is equal to 7 എന്ന് പറയുന്നത്. ഇതിൽ x1 x2 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു xy എന്ന് പറയുന്ന എക്സും വൈയും ബിലോങ്സ് ടു എസ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്നതും അതേ സെറ്റിലുള്ളതാണ്, വൈ എന്ന് പറയുന്നത് അതേ സെറ്റിലുള്ളതാണ്. എക്സിനെ നമ്മൾ x1 x2 എന്ന് എടുക്കുന്നു, വൈ നമ്മൾ y1 y2 എന്ന് എടുക്കുന്നു. x1 x2 എന്ന ഓർഡേഡ് പെയർ, y1 y2 എന്ന ഓർഡേഡ് പെയർ ആണ് എന്ത്, y. അപ്പോൾ നമുക്കറിയാം ഈ x1 x2 y1 y2 എന്ന് പറയുന്ന ഓർഡേഡ് പെയറുകൾ എടുത്തു. ഇനി നമ്മൾ ഒരു ലൈൻ സെഗ്മെന്റ് കൺസിഡർ ചെയ്യാണ്. ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എക്സ് ആൻഡ് വൈ, എക്സ് എന്ന് പറയുന്ന പോയിന്റിനും വൈ എന്ന് പറയുന്ന പോയിന്റിനും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ്. അതായത് എക്സ് എന്ന് പറയുന്ന പോയിന്റ് പറഞ്ഞാൽ x1 x2 എന്ന് പറയുന്ന ഓർഡർ പെയർ ഉള്ള പോയിന്റും വൈ എന്ന് പറയുന്ന പോയിന്റ് y1 y2 പറഞ്ഞ ഓർഡർ പെയർ ഉള്ള പോയിന്റും നമ്മൾ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്. നമുക്കറിയാം ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ tx plus 1 minus ty ആണ് എന്ന് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ u is equal to നമ്മൾ കൺസിഡർ ചെയ്യുന്നു u is equal to tx plus 1 minus ty ആണ് ആ ലൈൻ സെഗ്മെന്റ് ഇക്വേഷൻ. ഇനി നമ്മൾ u എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. u എന്ന് പറയുന്ന ഒരു പോയിന്റ്, u എന്ന് പറഞ്ഞ പോയിന്റ് പറഞ്ഞാൽ അതിന്റെ ഓർഡർ പെയർ u1 u2 എന്നാണ്. നമ്മൾ എന്താ തെളിയിക്കേണ്ടത് വെച്ചാൽ ഈ u1 u2 എന്ന് പറയുന്ന ഈ പോയിന്റ് എടുത്തിട്ടുള്ളതും അതേ സെറ്റ് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ u അഥവാ u1 u2 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ബി എ പോയിന്റ് ഓഫ് ദ സെറ്റ്, ആ പോയിന്റിലുള്ള സെറ്റ് ആണെങ്കിൽ ആ പോയിന്റിലുള്ള സെറ്റ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ എന്താണ്, u1 u2 എന്ന് പറയുന്നതും ഈ പറയുന്ന ഈ കണ്ടീഷൻ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് 2u1 plus 3u2 is equal to 7 ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ u1 എഴുതുന്നു, u1 is equal to എന്താണ്, tx1 plus 1 minus ty 1. കാരണം u എന്താണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, tx plus 1 minus ty ആണ് എന്ത്, u എന്ന് പറയുന്നത്. അപ്പോൾ u1 എന്ന് പറയുമ്പോൾ tx1 plus 1 minus ty 1. അതുപോലെ u2 എന്ന് പറയുമ്പോൾ tx2 plus 1 minus ty 2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ബിലോങ്സ് ടു എസ് ആയതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം, എക്സ് ബിലോങ്സ് ടു എസ് ആയതുകൊണ്ട് ഇത് എഴുതിയില്ലേ, അതുപോലെ എക്സ് ബിലോങ്സ് ടു എസ് ആകുമ്പോൾ 2x1 plus 3x2 is equal to 7 ആണ്. വൈ ബിലോങ്സ് ടു എക്സ് ആകുമ്പോൾ എന്തും 2y1 plus 3y2 is equal to 7 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 2u1 plus 3u2 is equal to 7 ആണെന്ന് കാണിച്ചാൽ മതി. അപ്പം 3u1 plus 2u1 plus 3u2 എന്ന് കാണിക്കാൻ 2 into u1 ന് പകരം തൊട്ട് മുകളിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, tx1 plus 1 minus ty 1. 3 into u2 ന് പകരം മുകളിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, tx2 plus 1 minus ty 2 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അത് എക്സ്പാൻഡ് ചെയ്യുക, അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും നോക്കാം. എന്താണ്, 2tx1 അതുപോലെ 2 into 1 minus ty 1, 3tx2, 3 into 1 minus ty 2. t പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 2x1 plus 3x2 കിട്ടും. 1 minus t കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 2y1 plus 3y2 കിട്ടും. അതായത് 7t, അതായത് ഈ 2x1 plus 3x2 എന്ന് പറഞ്ഞാൽ 7 ആണ്, 2y1 plus 3y2 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, 7 ആണ്. ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 7t plus 1 minus t7 എന്ന് പറയുമ്പോൾ അത് ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ 7t minus 17 പോവും, ബാക്കി 7 കിട്ടും. നമുക്ക് കിട്ടേണ്ട കാര്യം തന്നെ കിട്ടി, 2u1 plus 3u2 is equal to 7 എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ, u1 u2 എന്ന് പറയുന്നതും ബിലോങ്സ് ടു എസ് ആണ്. അതായത് u എന്ന് പറയുന്ന പോയിന്റും ബിലോങ്സ് ടു എസ് ആണ് എന്ന് കിട്ടി. അതുകൊണ്ട് അത് കോൺവെക്സ് സെറ്റ് ആണ്. ഓക്കെ, ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 dimensional ആയിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റേറ്റ് ദാറ്റ് R3 the closed ball x1 square plus x2 square plus x3 square less than or equal to 1 is a convex set. ഈ പറയുന്ന
x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് സെറ്റ് ആണെന്ന് തെളിയിക്കണം. ഒരു കോൺവെക്സ് സെറ്റ് ആണെന്ന് തെളിയിക്കണം. ഇവിടെ R3 ആണ്, 3 ഡയമെൻഷനിലാണ്. അപ്പം 3 വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, ലെറ്റ് എക്സ് വൈ ബിലോങ്സ് ടു എക്സ്, നേരത്തെ പോലെ തന്നെ എക്സ് വൈ ബിലോങ്സ് ടു എസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ അതിൽ x1 x2 x3 3 വേരിയബിൾ ഉണ്ടാവുമല്ലോ, എക്സ് ആക്സിസ് വൈ ആക്സിസ് സെറ്റ് ആക്സിസിൽ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ x1 x2 x3 വൈ എന്ന് പറഞ്ഞാൽ y1 y2 y3 ആണെന്ന് വിചാരിക്കാം. ദ സെഗ്മെന്റ് ജോയിനിങ് എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ്, എക്സിനും വൈനും ജോയിൻ ചെയ്യുന്ന ഒരു സെഗ്മെന്റ്, ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഉണ്ടാവുക, നേരത്തെ പോലെ തന്നെയാണ്. ടി ഇസ് ഈക്വൽ ടു യു ഇസ് ഈക്വൽ ടു ടി എക്സ് പ്ലസ് 1 മൈനസ് ടി വൈ ആണ്. ഓക്കെ, ആൻഡ് ഫോർ സം ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ യു എന്ന് പറഞ്ഞ നേരത്തെ പോലെ തന്നെ ഒരു യു എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. u1 u2 u3 ആണ് ബി എ പോയിന്റ് ഓഫ് ദ സെറ്റ്, അതൊരു ആ സെറ്റിലുള്ള ഒരു പോയിന്റ് ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ u1 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഇതിലുള്ളൊരു സെറ്റാണ് എന്ത് u1, ഇതിലുള്ള സെറ്റാണ് u2. ഓക്കെ, സോറി, ഇതിലുള്ള സെറ്റാണ് u1, ഇതിലുള്ള സെറ്റാണ് u2, ഇതിലുള്ള സെറ്റാണ് u3. അങ്ങനെയാണെങ്കിൽ u1 അതിലുള്ള സെറ്റ് ആണെങ്കിൽ ടി എക്സ് വൺ 1 മൈനസ് ടി y1 ആവും. u2 അതിലുള്ള സെറ്റ് ആണെങ്കിൽ ടി എക്സ് ടു, അതുപോലെ ടി എക്സ് ടു 1 മൈനസ് ടി y2 ആവും. ഇനി u3 അതിലുള്ള ഒരു സെറ്റ് ആണെങ്കിൽ, ഒരു പോയിന്റ് ആണ്, സോറി, അതിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ u3 ഇസ് ഈക്വൽ ടു ടി എക്സ് ത്രീ പ്ലസ് 1 മൈനസ് ടി y3 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ നമ്മളിവിടെ കാണിക്കേണ്ടത്, നമുക്കിവിടെ കാണിക്കേണ്ടത് അതിലുള്ള x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് സെറ്റ് ആണെന്നാണ് കാണിക്കേണ്ടത് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് വൈ ബിലോങ്സ് ടു എസ്, സോ ദാറ്റ് വി ഹാവ് എക്സ് വൈ ബിലോങ്സ് ടു എസ് ആകുമ്പോൾ നമുക്ക് തന്ന ഇക്വേഷൻ ആണിത്, എന്ത്, x1 സ്ക്വയർ പ്ലസ് x2, എക്സ് ബിലോങ്സ് ടു എസ് ആകുമ്പോൾ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടുന്ന പോലെ തന്നെ y ബിലോങ്സ് ടു എസ് അല്ലേ, y ബിലോങ്സ് ടു എസ് ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് y3 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം അത് കാണിക്കാൻ വേണ്ടി u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ, u1 എന്താണെന്ന് നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, u2 എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, u3 എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ സംഗതികളുടെ സ്ക്വയറുകൾ ടി എക്സ് വൺ പ്ലസ് 1 മൈനസ് ടി വൈ വൺ ഹോൾ സ്ക്വയർ, ടി എക്സ് ടു പ്ലസ് 1 മൈനസ് ടി വൈ ടു ഹോൾ സ്ക്വയർ, ടി എക്സ് ത്രീ പ്ലസ് 1 മൈനസ് ടി വൈ ത്രീ ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള എക്സ്പാൻഷൻ വരുമ്പോൾ ഈ ഓരോന്നും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. ഫസ്റ്റത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടി എക്സ് വൺ സ്ക്വയർ 2ab 2t(x1) 1 മൈനസ് ടി വൈ വൺ 2ab പ്ലസ് ബി സ്ക്വയർ 1 മൈനസ് ടി വൈ വണ്ണിൻ്റെ സ്ക്വയർ. അപ്പം ഫസ്റ്റത്തെ ടൈം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ ട്രീറ്റ് ചെയ്തു, രണ്ടാമത്തെ ടൈം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ ട്രീറ്റ് ചെയ്തു, മൂന്നാമത്തെ ടൈം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ ട്രീറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ടി സ്ക്വയർ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ടി സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ പിന്നെ ബാക്കിയുള്ളത് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ ആണ്. പിന്നെ അതുപോലെ 1 മൈനസ് ടി ഹോൾ സ്ക്വയർ ഞാൻ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു. 1 മൈനസ് ടി ഹോൾ സ്ക്വയർ ഞാൻ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു. അതായത് ലാസ്റ്റ് ടൈം, ഈ ടൈമിൽ കേട്ടോ, ഈ ലാസ്റ്റ് ടൈമിൽ 1 മൈനസ് ടി ഹോൾ സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുത്താൽ അവിടെ ബാക്കി എന്നുള്ള y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് y3 സ്ക്വയർ. പിന്നെ നടുവിലുള്ള ടേമുകൾ ഏതൊക്കെയാ, 2, ഈ ടേമുകളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, 2t ഇൻറ്റു 1 മൈനസ് ടീനെ പുറത്തേക്ക് എടുക്കുന്നു. 2t ഇൻറ്റു 1 മൈനസ് ടി പുറത്തേക്ക് എടുത്താൽ ബാക്കി ഉണ്ടാവുക x1 y1 പ്ലസ് x2 y2 പ്ലസ് x3 y3 എന്നാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ വലിയൊരു ടേമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനല്ലേ അന്ന് ചെറിയ കഷ്ണം ഒഴിവാക്കിയ, സോറി, അതിനോട് എന്ത് ചെയ്യുന്നു, ടി സ്ക്വയർ അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇതിനെ മൊത്തത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വിചാരിക്കും, x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ അതുപോലെ y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് y3 സ്ക്വയർ, ഇത് ഇവിടുന്ന് ഒഴിവാക്കുക വിചാരിക്കും. ഓക്കെ, x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയറും y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് y3 സ്ക്വയറും ഇതൊന്നും എന്ത് ചെയ്തു നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ സൈഡിൽ വലിയൊരു നമ്പർ ആയിട്ട് എന്ത് ചെയ്യും, മാറും. അതായത് ഇത് സിമ്പൽ എന്തായിട്ട് മാറും, ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നായിട്ട് മാറും. അതായത് ടി സ്ക്വയർ പ്ലസ്
1 minus t square plus 2t into 2t into 1 minus t x1 y1 plus x2 y2 plus x3 y3 എന്ന് കിട്ടും. അപ്പോൾ ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ വരുത്താൻ പോകുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റി ഉണ്ട്. എന്താ ഇനീക്വാളിറ്റി എന്ന് വെച്ചാൽ ഈ ഇനീക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ x1 y1 plus x2 y2 plus x3 y3 എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ ഇൻറ്റു റൂട്ട് y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് y3 സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇനീക്വാലിറ്റി ഉണ്ട്. ആ ഇനീക്വാലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ആ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പം എന്ത് സംഭവിക്കും, u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ അതിനെക്കാളും ചെറിയൊരു സാധനം തന്നെയല്ല അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനീക്വാളിറ്റിയിൽ മാറ്റമൊന്നും സംഭവിക്കണില്ല. അതേപോലത്തെ ഇനീക്വാളിറ്റി തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്താവും, ടി സ്ക്വയർ പ്ലസ് 1 മൈനസ് ടി സ്ക്വയർ ഇൻ പ്ലസ് 2t ഇൻറ്റു ഇതിനെ നമ്മൾ മാറ്റുകയാണ്. ഇതിനെ മാറ്റിയിട്ട് x1 y1 പ്ലസ് x2 y2 പ്ലസ് x3 y3ക്ക് പകരം എന്ത് കൊടുക്കും, റൂട്ട് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ എന്ന് കൊടുക്കല്ലേ. അതിന് അപ്പോൾ അത് ഈക്വൽ ടു എന്താണ്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നല്ലേ കാണിക്കണ്ടേ. അപ്പോൾ അവിടെ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇവിടെയും എന്ത് തന്നെ, ഇതിന് പകരം എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. ഇത് ഈക്വൽ ടു 1, ഇത് ഈക്വൽ ടു 1, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1 ഇവിടെയും എന്ത് 1. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ, ബാക്കിയുള്ള സംഗതി എന്താന്ന് നോക്കുമ്പോൾ ടി സ്ക്വയർ ഉണ്ട്, 1 മൈനസ് ടി സ്ക്വയർ ഉണ്ട്. ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെക്കുക, 2t എക്സ്പാൻഡ് ചെയ്യണ്ട, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റിയാൽ മതി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള ഇക്വേഷൻ അല്ലത്. എ സ്ക്വയർ ഉണ്ട്, ബി സ്ക്വയർ ഉണ്ട്, എക്ക് പകരം ടിയും ബിക്ക് പകരം 1 മൈനസ് ടി ആണുള്ളത്. 2ab എന്ന് പറയുമ്പോൾ 2t ഇൻറ്റു 1 മൈനസ് ടി. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ് അതുള്ളത്. ടി പ്ലസ് 1 മൈനസ് ടി ഹോൾ സ്ക്വയർ, ടി പ്ലസ് 1 മൈനസ് ടി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടിയും മൈനസ് ടിയും കൂടി 0 ആയി പോവും. ബാക്കി എന്തുണ്ടാവുള്ളൂ, 1 ഉണ്ടാവുള്ളൂ. അത് 1 സ്ക്വയർ ആവും. അപ്പോൾ u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണ്, എസ് എന്ന് പറയുന്നത് കോൺവെക്സ് സെറ്റ് ആണ് എന്ന് നമുക്ക് കിട്ടുകയും ചെയ്തു. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തിയറാണ്. തിയർ എന്താ പറയുന്നത് നോക്കാം. ദ ഇന്റർസെക്ഷൻ ഓഫ് എനി ഫാമിലി ഓഫ് കോൺവെക്സ് സെറ്റ് ഈസ് അഗെയിൻ എ കോൺവെക്സ് സെറ്റ്. രണ്ട് കോൺവെക്സ് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അത് സിമ്പിളായിട്ടുള്ള ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ചു വെക്കേണ്ട വളരെ കുറച്ച് തിയറംസ് കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ. ബാക്കിയൊക്കെ പ്രോബ്ലംസ് ആണ്. ഈ ഒരു തിയറി സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അത് ഫുൾ എന്തായിരിക്കും, ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് എന്ന് കൺസിഡർ ചെയ്യുന്നു. എഫ് എന്ന് പറയുന്ന സെറ്റ്, അതായത് എസ്സുകളുടെ സെറ്റാണ്. S1 S2 S3 S4 S5 എന്ന് പറയുന്ന എസ്സുകളുടെ സെറ്റാണ് എന്ത്, എഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫാമിലി ഓഫ് കോൺവെക്സ് സെറ്റ്. S1 എന്ന് പറഞ്ഞ ഫാമിലി ഒരു കോൺവെക്സ് സെറ്റ് ആണ്, S2 എന്ന് പറഞ്ഞ വേറൊരു കോൺവെക്സ് സെറ്റ് ആണ്, S3 എന്ന് പറഞ്ഞ വേറൊരു കോൺവെക്സ് സെറ്റ് ആണ്. അങ്ങനെ കോൺവെക്സ് സെറ്റുകളുടെ ഒരു ഫാമിലിയാണ് എന്ത്, എഫ് എന്ന് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എസ് എന്ന് പറയുന്നത് നമ്മുടെ S1 S2 S3ൻ്റെ ഇന്റർസെക്ഷൻ, S1 S2 S3 എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും കൂടി ഇന്റർസെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതൊരു കോൺവെക്സ് സെറ്റ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാനൊന്നുമില്ല, ചൂസ് എനി പോയിന്റ് എക്സ് വൈ ബിലോങ്സ് ടു എസ്. ഒരു എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് ബിലോങ്സ് ടു എസ്, എസ്സിലുള്ള ഒരു പോയിന്റ് ആണ് എക്സ് വൈ എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ ബിലോങ്സ് ടു എന്താവും, എസ് ഐ, അതായത് ആ പറയുന്ന S1ലും S2ലും S3ലും S4ലും ഒക്കെ എന്തുണ്ടാവും, ആ പോയിന്റ് ഉണ്ടായിരിക്കും അല്ലേ. അത് എന്താണ്, അതൊരു കോൺവെക്സ് സെറ്റ് ആണെങ്കിൽ അതിലുള്ള ഏത് പോയിന്റുകൾ എടുത്താലും ആ രണ്ട് പോയിന്റുകൾ എന്ന് പറയുന്നത് ആ സെറ്റിൽ തന്നെ ഉള്ളതായിരിക്കും. അതല്ല തൊട്ട് മുന്നേ നമ്മൾ കോൺവെക്സ് സെറ്റിന്റെ ഡെഫിനിഷനിൽ തന്നെ പഠിച്ച കാര്യം എന്താണ്, അതാണ്. അപ്പം എക്സ് വൈ ബിലോങ്സ് ടു എസ് ഐ ആയതുകൊണ്ട് നമ്മളറിയാം ആ എക്സിനെയും വൈനെയും കൂടി ജോയിന്റ് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ടി എക്സ് പ്ലസ് 1 മൈനസ് ടി വൈ ആണ്. ഇറ്റ് വിൽ ഓൾസോ ബിലോങ്സ് ടു എസ് ഐ ആവും. അത് എസ് ഐയിൽ ബിലോങ്സ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഏത് എവരി സെറ്റ് ഇസ് എ അപ്പോൾ നമുക്ക് ഏത് പോയിന്റ് എടുത്തോ, എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഏത് പോയിന്റ് നമ്മൾ എടുത്താലും അതൊക്കെ എന്തിലുള്ളത് തന്നെയാണ്? ടി എക്സ് പ്ലസ് വൺ മൈനസ് ടി വൈ എന്ന് പറയുന്നതിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളതല്ലേ. അപ്പൊ ഏത് പോയിന്റ് എടുത്താലും ഏത് സെറ്റ് എടുത്താലും സിൻസ് എവരി സെറ്റ് ഈസ് എ കോൺവെക്സ് സെറ്റ്, അതിൽ വരുന്ന എല്ലാ സെറ്റുകളും എന്ത് തന്നെയാണ് ഉണ്ടാവുക? കോൺവെക്സ് സെറ്റ് ആയതുകൊണ്ട് തന്നെ എക്സ് വൈ ബിലോങ്സ് ടു എഫ് ആയിരിക്കും. എക്സ് വൈ എന്ന് പറയുന്നത് എഫിൽ ഉള്ള എലമെന്റ് ആയിരിക്കും. അപ്പൊ എക്സ് വൈക്ക് വരെ നമ്മൾ ആരെടുത്താലും എക്സ് വൈന്റെ വാല്യൂ എന്തും ആയിക്കോട്ടെ, ഏതെടുത്തിട്ടുണ്ടെങ്കിലും അത് എന്തിലുള്ളത് തന്നെയായിരിക്കും? ആ പറയുന്ന സെറ്റിലുള്ളത് തന്നെയായിരിക്കും. അപ്പം അതിന്റെ ഏത് ഫാമിലി ഓഫ് കോൺവെക്സ് സെറ്റുകൾ എടുത്താലും അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഇങ്ങനെ വരച്ചു, ഇതൊരു കോൺവെക്സ് സെറ്റ് ആണ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഞാൻ വേറൊരു ഇത് വരച്ചു, അപ്പം ഇത് ഇങ്ങോട്ടുള്ളത് എന്താണ്? ഒരു കോൺവെക്സ് സെറ്റ് ആണ്. അപ്പം അത് രണ്ടിലും കൂടി ഇന്റർസെക്ഷൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ഈ പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ, അതെന്താണ്? ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും അല്ലേ? നോക്കിക്കേ, ഏത് രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു? ഈ രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ആ രണ്ടും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ഈ പറയുന്ന സെറ്റിനുള്ളിൽ തന്നെയാണ്. ഈ രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് പറഞ്ഞാൽ സെറ്റിലുള്ളത് തന്നെയല്ലേ? അപ്പം ദ ഫാമിലി ഓഫ് കോൺവെക്സ് സെറ്റ് എന്ന് പറയുന്നത്, ഇന്റർസെക്ഷൻ ഓഫ് ദ ഫാമിലി ഓഫ് കോൺവെക്സ് സെറ്റ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് സെറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഈ തിയറം നമുക്ക് ആവശ്യമുണ്ട്, കാരണം നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇപ്പൊ ഇതുപോലെയുള്ള എന്ത് കിട്ടും? ഇന്റർസെക്ഷനുകൾ കുറെ എന്ത് ചെയ്യാം? കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള ഇന്റർസെക്ഷനുകൾ കിട്ടുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്ത്? ഒക്കെ കോൺവെക്സ് സെറ്റ്. ഇത് കോൺവെക്സ് ഉള്ളിലേക്ക് തന്നെ, ഇതും ഉള്ളിലേക്ക് തന്നെ, ഇതും ഉള്ളിലേക്ക് തന്നെ, എല്ലാത്തിലും കൂടി വന്നൊരു ഏരിയ എന്ന് പറയുമ്പോൾ ഏതാ? ഇന്റർസെക്ഷൻ ഓഫ് കോൺവെക്സ് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അതിലുള്ള എല്ലാ പോയിന്റുകളും എന്തായിരിക്കും? കോൺവെക്സ് സെറ്റ് ആയിരിക്കും. അതിലുള്ള ഏത് രണ്ട് പോയിന്റ് എടുത്താലും അത് നമ്മൾ ജോയിൻ ചെയ്യുന്ന ലൈന്, അവിടെ തന്നെ ആയിരിക്കും, ആ ഏരിയൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളൊരു തിയറാണ്. എന്താണ്? ദ ഇന്റർസെക്ഷൻ ഓഫ് എനി ഫാമിലി ഓഫ് കോൺവെക്സ് സെറ്റ് ഈസ് അഗെയിൻ എ കോൺവെക്സ് സെറ്റ്. ഏത് കോൺവെക്സ് സെറ്റിന്റെ ഇന്റർസെക്ഷനുകൾ എടുത്താലും, ഇന്റർസെക്ഷൻ ആണ്, അത് ഒരു കോൺവെക്സ് സെറ്റ് തന്നെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? കോൺവെക്സ് കോൺ ആണ്. കോൺവെക്സ് കോൺ എന്ന് പറഞ്ഞാൽ എ നോൺ എംപ്റ്റി സബ്സെറ്റ് സി, ബിലോങ്സ് ടു ആർ എൻ. ഒരു സി എന്ന് പറയുന്ന നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്, ആർ എന്നിന്റെ ഒരു സബ്സെറ്റ് ആണ്. ആർ എന്നിന്റെ ഒരു സബ്സെറ്റിനെ നമ്മൾ കോൺ എന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈസ് എ കോൺ ഫോർ ഈച്ച് എക്സ് ഇൻ സി ആൻഡ് ടി ഗ്രേറ്റർ ദാൻ 0. ഏത് എക്സ് എടുത്താലും, അതുപോലെ ഏത് പോസിറ്റീവ് ആയിട്ടുള്ള ടി എടുത്താലും ദ വെക്ടർ ടി എക്സ് ഈസ് ഓൾസോ ഇൻ സി. ടി എക്സ് എന്ന് പറയുന്നതും സിയിലുള്ളത് തന്നെ ആയിരിക്കുന്നതാണ്. ഇപ്പൊ ആർ എൻ എന്ന് പറയുന്നത് ഇപ്പൊ 2 ഡയമെൻഷനിൽ ആവാം അല്ലെ? സി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഞാൻ x1 x2, അപ്പം നോൺ എംപ്റ്റി സബ്സെറ്റ് സി എന്ന് പറഞ്ഞൊരു പോയിന്റിലുള്ള x1 x2 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് വിചാരിക്കുക. അപ്പൊ അത് എപ്പോഴാണ് ഒരു കോൺ എന്ന് വിളിക്കുക? എപ്പോഴാന്ന് വെച്ചാൽ ഫോർ ഈച്ച് എക്സ് ഇൻ സി, ഇതിലുള്ള ഏത് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിലും, പോരാത്തതിന് ടി ഫോർ എ ടി, അതിന്റെ വെക്ടർ ടി എക്സ് ഈസ് ഓൾസോ ഇൻ ടി, സിയിലുള്ള ഒരാളാണ്. ഏതിപ്പോൾ ഞാൻ ടി x1 കണ്ടിട്ടുണ്ടെങ്കിലും അത് എവിടെ ഉള്ളതാണ്? സിയിലുള്ളതാണ്. ടി x2 കണ്ടിട്ടുള്ളതും അത് എവിടെ ഉള്ളതാണ്? സിയിലുള്ളതാണ്. ഇപ്പൊ x1 x2 x3 കുറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്? എവിടെ ഉള്ളതാണ്? സിയിലുള്ളതാണ് അല്ലെ? ഇപ്പം സി എന്ന് പറഞ്ഞൊരു സെറ്റ് ആണ്, അവിടെ x1 x2 y1 y2 എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകളുണ്ട്. അപ്പൊ അവിടെ എന്തായിരിക്കും? ടി ഓഫ് x1 x2 എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണോ? സിയിലുള്ളതാണോ? അതുപോലെ ടി ഓഫ് y1 y2 എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണോ? സിയിലുള്ളതാണോ? അപ്പൊ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൺ എന്ന് വിളിക്കുക. അതിനെയാണ് ഒരു കോൺ എന്ന് വിളിക്കുക. എ കോൺ ഈസ് കാൾഡ് എ കോൺവെക്സ് ഇഫ് ഇറ്റ് ഈസ് എ കോൺവെക്സ് സെറ്റ്.
ഈ കോണിനെ കോൺവെക്സ് കോൺ എന്ന് വിളിക്കപ്പോഴാണ് ഈ കോണിനെ കോൺവെക്സ് കോൺ എന്ന് വിളിക്കണമെങ്കിൽ ആ സെറ്റ് എന്തായിരിക്കണം? ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കണം. ഈ കോണ് കോൺവെക്സ് കോൺ ആവണമെങ്കിൽ ആ സെറ്റ്, ഈ പറഞ്ഞ പോയിന്റുകൾ എടുത്തിട്ടുള്ള സെറ്റ് എന്തായിരിക്കണം? ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കണം എന്നാണ് പറയണത്. ക്ലിയർ ആണോ? ഈ ടേംസ് ഒക്കെ നമ്മൾ പിന്നെ എപ്പോഴേലും കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം. അതിന് വേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? അങ്ങനെയാണെങ്കിൽ അടുത്തത് പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ്. എന്താണ് പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ് എന്ന് പറയാം? The intersection of finite number of closed half spaces in Rn is called polyhedral convex set. അതിനാദ്യം ഈ ഹാഫ് സ്പേസസ് എന്താണെന്നൊക്കെ പറയണല്ലേ. അത് നമ്മൾ ഇത് ഇവിടെ കേട്ടെ. പോളിഹീഡ്രൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു തിയറത്ത് പറയുന്നുണ്ട്, അന്നേരം ഡിസ്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഹാഫ് സ്പേസസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഡിസ്കസ് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ട് അതിലേക്ക് വരാം. ഓക്കെ, അടുത്തൊരു തിയറാണ്. തിയർ നോക്കിക്കേ. ലെറ്റ് എസ് ആൻഡ് ടി be two convex sets in Rn, then for any scalar alpha and beta, alpha s plus beta t is also convex. S എന്ന് പറയുന്നതും T എന്ന് പറയുന്നതും കോൺവെക്സ് സെറ്റ് ആണ്. രണ്ടും എന്താണ്? കോൺവെക്സ് സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ എസ് പ്ലസ് ബീറ്റ ടി എന്ന് പറയുന്നതും ഒരു കോൺവെക്സ് സെറ്റ് ആണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം എസും ടിയും കോൺവെക്സ് സെറ്റ് ആണ്, വിച്ച് ഈസ് ബിലോങ്സ് ടു Rn ആണ്. എസ് ആൻഡ് ടി ആർ ബിലോങ്സ് ടു Rn. എസും ടിയും ബിലോങ്സ് ടു Rn ആണ്. രണ്ടും കോൺവെക്സ് സെറ്റുകളും ആണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്ന രണ്ട് സ്കേലാറുകളാണ്, വിച്ച് ബിലോങ്സ് ടു ആർ. ഏതോ രണ്ട് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, എക്സ് വൈ ബി ടു പോയിന്റ്സ് ഓഫ് ആൽഫ എസ് പ്ലസ് ബീറ്റ ടി. ആൽഫ എസ് പ്ലസ് ബീറ്റ ടി എന്ന് പറയുന്നത് കോൺവെക്സ് സെറ്റ് ആണെങ്കിൽ, കോൺവെക്സ് സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ആ ആൽഫ എസ് പ്ലസ് ബീറ്റ ടി എന്ന് പറയുന്ന സെറ്റിലെ രണ്ട് പോയിന്റുകളാണ് ആര്? എക്സും വൈയും എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് എക്സ് ആൽഫ എസ് പ്ലസ് ബീറ്റ ടിയിലുള്ളതായതുകൊണ്ട് എക്സ് ഇസ് ഇക്വൽ ടു ആൽഫ യു വൺ പ്ലസ് ബീറ്റ വി വൺ, വൈ ഇസ് ഇക്വൽ ടു ആൽഫ യു ടു പ്ലസ് ബീറ്റ വി ടു എന്നെടുക്കുന്നു. അതായത് യു വൺ യു ടു എന്ന് പറയുന്നത് നമ്മൾ എസിൽ ഉള്ള എലമെന്റും വി വൺ വി ടു എന്ന് പറയുന്നത് എവിടെ ഉള്ളത് എടുക്കുന്നു? ടിയിലുള്ള ഒരു എലമെന്റും ആണെന്ന് കൺസിഡർ ചെയ്യാണ്. അതായത് ഈ ഇതിലുള്ള എലമെന്റ് ആവണമെങ്കിൽ ആൽഫ എസ് പ്ലസ് ബീറ്റ ടിയിലുള്ള ആളാവണം എക്സും വൈയും എങ്കിൽ, ആൽഫ എസ് പ്ലസ് ബീറ്റ ടിയിലുള്ള ആളാവണം എസും വൈയും എങ്കിൽ, ആ എസിലുള്ള എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും? ആൽഫ എസ് പ്ലസ് ബീറ്റ ടിന്റെ ഫോമിൽ എഴുതാൻ പറ്റും. വൈ എന്ന് പറയുന്നത് ആൽഫ എസ് പ്ലസ് ബീറ്റ ടിയിലുള്ള ഒരാളാണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു ആൽഫ എസ് പ്ലസ് ബീറ്റ ടിന്റെ ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഇക്വൽ ടു ആൽഫ യു വൺ പ്ലസ് ബീറ്റ യു വണ്ണും വൈ ഇസ് ഇക്വൽ ടു ആൽഫ യു ടു പ്ലസ് ബീറ്റ വി ടു എന്നും കൊടുക്കുന്നു. കാരണം ഇവിടെ യു വണ്, ഇവിടെ യു വണ്, ഇവിടെ യു ടു, അതുപോലെ ഇവിടെ വി വണ്, ഇവിടെ വി ടു. ഈ യു വണ്ണും യു ടു വന്നിട്ടുള്ള ഇതിന്നാ എസിന്റെ അല്ലെ, എസിലുള്ളതാണ്. അതുപോലെ ടിക്ക് പകരമാണ് ഇവിടെ എന്ത് വന്നിട്ടുള്ളത്? വി വണ്ണും വി ടു. അപ്പോൾ വി വണ്ണും വി ടു എവിടെ ഉള്ളതായിരിക്കും? ടിയിലുള്ളതായിരിക്കും. അതാണ് യു വൺ യു ടു ബിലോങ്സ് ടു എസ് ആൻഡ് വി വൺ വി ടു ബിലോങ്സ് ടു ടി. ദെൻ ഫോർ എനി സ്കേലാർ ടി, നമുക്കറിയാം ഏതൊരു സ്കേലാർ ടി കൺസിഡർ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ എന്തിൻ്റെ ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി എക്സ് പ്ലസ് വൺ മൈനസ് ടി വൈ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ടി എക്സ് പ്ലസ് വൺ മൈനസ് ടി വൈ. അങ്ങനെയാണെങ്കിൽ എക്സിന് പകരം നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ആൽഫ യു വൺ പ്ലസ് ബീറ്റ വി വൺ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സ് ടി ഇൻറ്റു ആൽഫ യു വൺ പ്ലസ് ബീറ്റ വി വൺ. അതുപോലെ വൺ മൈനസ് ടി ഇൻറ്റു വൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത്? വൈ എന്താന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്? ആൽഫ യു ടു പ്ലസ് ബീറ്റ വി ടു എന്നും കൊടുക്കും. എന്നിട്ട് രണ്ടിലും ആൽഫ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്താൽ ആൽഫ ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്?
ഇവിടെ ടിയും u1ഉം tu1 അവിടുന്ന് ആൽഫ പുറത്തേക്ക് പോയാൽ എന്താ 1 - t u2 1 - t u2 പ്ലസ് ബീറ്റ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കി എന്താ ഉള്ളത് ബീറ്റ പോയാൽ ഒരു v1 ഉണ്ട് ടി ഉണ്ട് ടി v1 പ്ലസ് അവിടെ ബീറ്റ പുറത്തേക്ക് പോയാൽ ബാക്കി 1 - t v2 ആണുള്ളത് അതിനാണ് നോക്കിയേ ആൽഫ ഇൻറ്റു ഒരു നമ്പർ അല്ലേ ബീറ്റ ഇൻറ്റു വേറൊരു സംഗതി അങ്ങനെയാണ് കിട്ടിയത് അതായത് നമുക്ക് എന്ത് മനസ്സിലായി ആൽഫ ഇൻറ്റു ഇവിടെ എന്താ ആൽഫ എസ് പ്ലസ് ബീറ്റ ടി ഫോം തന്നെയല്ലേ ഉള്ളത് ആൽഫ എസിന് പകരമാണ് ഇത് വന്നത് ഓക്കെ ഇവിടെ ബീറ്റ ടിക്ക് പകരമാണ് എന്ത് ഇത് വന്നിട്ടുള്ളത് ആൽഫ എസ് പ്ലസ് ബീറ്റ ടി ഫോം തന്നെയാണ് ഉള്ളത് അതായത് സിൻസ് എസ് ഇസ് എ കോൺവെക്സ് സെറ്റ് എസ് ഒരു കോൺവെക്സ് സെറ്റ് ആണ് നമുക്കറിയാം u1 u2 ബിലോങ്സ് ടു എസ് ആണെന്ന് അറിയാം അപ്പം ടി u1 1 - t u2 ബിലോങ്സ് ടു എന്താവും എസ് തന്നെയായിരിക്കും അതുപോലെ v1 v2 ബിലോങ്സ് ടു ടി ആണെന്ന് നമുക്കറിയാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് v1 u2 ബിലോങ്സ് ടു എസ് എന്നും v1 v2 ബിലോങ്സ് ടു ടി ആണെന്ന് എടുത്തിട്ടുണ്ട് അപ്പം v1 v2 ബിലോങ്സ് ടു ടി ആണെങ്കിൽ ടി v1 പ്ലസ് 1 - t v2 എന്ന് പറയുന്നത് ബിലോങ്സ് ടു എന്തായിരിക്കും ടി ആയിരിക്കും കാരണം ഒരു സെറ്റിൽ അതിൻ്റെ ലൈൻ സെഗ്മെൻറ്റുകൾ അത് തന്നെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് കോൺവെക്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലൈൻ സെഗ്മെൻറ്റ് എസ് തന്നെ വരും ഈ v1 v2 ബിലോങ്സ് ടു ടി ആണെങ്കിൽ അതിൻ്റെ ലൈൻ സെഗ്മെൻറ്റ് എവിടെ തന്നെ വരും ബിലോങ്സ് ടു ടി ആയിട്ട് തന്നെ വരും അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് മനസ്സിലായി നമുക്ക് ടി u1 പ്ലസ് 1 - t u2 ബിലോങ്സ് ടു എസ് ആണ് ടി v1 പ്ലസ് 1 - t v2 ബിലോങ്സ് ടു ടി ആണ് എന്ന് കിട്ടി അപ്പോൾ നമുക്ക് ആ രണ്ടും കൂടി ചേർത്തിട്ട് അതിന് മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് പറയാം ടി എക്സ് പ്ലസ് 1 - t ബിലോങ്സ് ടു ആൽഫ എസ് പ്ലസ് ബീറ്റ ടി ടി എക്സ് 1 പ്ലസ് 1 - t y എന്ന് പറയുന്നത് എന്തിലുള്ളതാണ് ആൽഫ എസ് പ്ലസ് ബീറ്റ ടിയിലുള്ളതാണ് കാരണം ഇവിടെ നമുക്ക് കിട്ടിയ രണ്ട് കാര്യം നോക്കിയേ ഇത് ബിലോങ്സ് ടു ടി ആണെന്നും കിട്ടി ഇത് ബിലോങ്സ് ടു എസ് ആണെന്നും കിട്ടി അപ്പോൾ ഇത് ബിലോങ്സ് ടു എസ് ആണെന്നും ഇത് ബിലോങ്സ് ടു ടി ആണെന്നും കിട്ടിയില്ലേ അപ്പോൾ ആൽഫ എസ് ബീറ്റ ടി ആൽഫ എസ് ബീറ്റ ടി ഫോമിലേക്ക് വന്നു ഏത് ടി എക്സ് പ്ലസ് 1 - t y എന്ന് പറയുന്നത് ആൽഫ എസ് പ്ലസ് ബീറ്റ ടീൻ്റെ ഫോമിലേക്ക് വന്നു അപ്പോൾ അതിനെന്ത് മനസ്സിലായി ആൽഫ എസ് പ്ലസ് ബീറ്റ ടി എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് സെറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ എസും ടിയും രണ്ട് കോൺവെക്സ് സെറ്റുകളാണെങ്കിൽ ആൽഫ എസ് പ്ലസ് ബീറ്റ ടി എന്ന് പറയുന്നതും എന്തുതന്നെയായിരിക്കും കോൺവെക്സ് സെറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ രണ്ട് കോൺവെക്സ് സെറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറയുന്ന രണ്ട് സ്കേലാറുകളെ കൊണ്ട് ആ കോൺവെക്സ് സെറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ കിട്ടുന്നതും എന്തുതന്നെയായിരിക്കും കോൺവെക്സ് സെറ്റ് തന്നെ ആയിരിക്കും ഓക്കെ ആണോ ഓക്കെ ആണോടാ ഓക്കെ ആണോടാ ഓക്കെ ഞാൻ എൻ്റെ കൊറോളറി പറയണേ എൻ്റെ കൊറോളറി ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട് if s and t be two convex sets then s plus t and s minus t are also convex എസും ടിയും രണ്ട് കോൺവെക്സ് സെറ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടത് ആൽഫ എസ് പ്ലസ് ബീറ്റ ടി ചെയ്താൽ എന്താണ് കോൺവെക്സ് തന്നെയാണെന്നാണ് കിട്ടിയത് അപ്പം അതൊന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് എസ് പ്ലസ് ടിയും അതുപോലെ എസ് മൈനസ് ടിയും എന്താണ് കോൺവെക്സ് ആണ് എങ്ങനെ പറയാൻ പറ്റും ആൽഫ എന്ന് പറയണത് വൺ ആണ് ബീറ്റ എന്ന് പറയണതും വൺ ആണ് എന്ന് വിചാരിക്കുക ആൽഫയും ബീറ്റയും റിയൽ നമ്പർ ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അത് വൺ ആയിക്കൂടെ അപ്പോൾ ആൽഫ വണ്ണും ബീറ്റ വണ്ണും ആയ എന്താ എസ് പ്ലസ് ടി ഇസിക്വൽ ടു എന്താണ് കോൺവെക്സ് സെറ്റ് എന്നുള്ള ഡിസിഷൻ ആയില്ലേ ഇനി ആൽഫ ഇസിക്വൽ ടു വണ്ണും ബീറ്റ ഇസിക്വൽ ടു -1 ആയാലോ അപ്പോൾ എന്തായി ആൽഫ എസ് പ്ലസ് ബീറ്റ ടി എന്ന് പറയുന്നത് എന്താ 1s അഥവാ എസ് മൈനസ് 1t അഥവാ മൈനസ് ടി എസ് മൈനസ് ടി അല്ലേ അതാണ് ഇവിടെ കൊറോളറി ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഓക്കെ ക്ലിയർ അല്ലേ അടുത്തതായിട്ട് എന്താണ് ക്ലോസ്ഡ് ഹാഫ് സ്പേസ് ഓഫ് ആർ എൻ എന്താണെന്ന് നോക്കാം
the set of points x1 x2 x3 etc xn belongs to Rn. അതായത് ഇപ്പോൾ R2 ആണെങ്കിൽ x1 x2 ഉണ്ടാവുള്ളൂ, R3 ആകുമ്പോൾ x1 x2 x3, R4 ആകുമ്പോൾ x1 x2 x3 x4. അങ്ങനെ set of x1 x2 x3 etc xn belongs to Rn satisfying an equation of the form. ഈ പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എന്തോ സെറ്റ് ഓഫ് പോയിന്റ്സും ഏത് ഇക്വേഷൻ a1 x1 പ്ലസ് a2 x2 പ്ലസ് എക്സെട്ര an xn is equal to b എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിന്റ്സിനെയും നമ്മൾ എന്ത് വിളിക്കും? എ ഹൈപ്പർ പ്ലെയിൻ ഓഫ് ആർ എന്ന് വിളിക്കും. ഹൈപ്പർ പ്ലെയിൻ ഓഫ് ആർ എന്ന് വിളിക്കും. ഹൈപ്പർ പ്ലെയിൻ ഓഫ് ആർ. ഓക്കെ, നമുക്ക് വേണ്ട ഹാഫ് സ്പേസ് ആണ് അല്ലെ, ക്ലോസ്ഡ് ഹാഫ് സ്പേസ് അല്ലേ വേണ്ടത്. അതിനെയാണ് നമ്മൾ ഹൈപ്പർ പ്ലെയിൻ ഓഫ് ആർ എന്ന് വിളിക്കുക. അതായത് ax1 പ്ലസ് ax2 പ്ലസ് എക്സെട്ര an xn is equal to b എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന x1 x2 x3 എക്സെട്ര xn എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പർ പ്ലെയിൻ ഓഫ് Rn എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ the set of points x1 x2 x3 എക്സെട്ര xn belongs to Rn satisfying the inequality of the form. താഴെ പറഞ്ഞ ഇനീക്വാലിറ്റി, ഇതിപ്പോൾ ഇക്വാലിറ്റി ആണ്. a1 x1 പ്ലസ് a2 x2 പ്ലസ് എക്സെട്ര an xn is equal to b എന്ന് പറയുന്ന ഇക്വാലിറ്റി ആണ് സാറ്റിസ്ഫൈ ആണെങ്കിൽ അതിനെ ഹൈപ്പർ പ്ലെയിൻ ഓഫ് ആർ എന്ന് വിളിക്കും. നേരെ മറിച്ച് അത് ഇനിക്വാലിറ്റീനെയാണ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവാം. a1 x1 പ്ലസ് a2 x2 പ്ലസ് എക്സെട്ര an xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ആവാം, അല്ലെങ്കിൽ a1 x1 പ്ലസ് a2 x2 പ്ലസ് എക്സെട്ര an xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു b ആവാം. രണ്ടും ആയിക്കോട്ടെ, ഇനിക്വാലിറ്റീനെയാണ് ആ പോയിന്റ്സ് സാറ്റിസ്ഫൈ ആണെങ്കിൽ ആ പോയിന്റുകൾ നമ്മൾ ക്ലോസ്ഡ് ഹാഫ് സ്പേസ് ഓഫ് Rn എന്ന് വിളിക്കും. ക്ലോസ്ഡ് ഹാഫ് സ്പേസ് ഓഫ് Rn എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഹൈപ്പർ പ്ലെയിൻ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ നോക്കിയ ഹൈപ്പർ പ്ലെയിൻ ഇൻ R1, അതായത് ഫസ്റ്റ് ഡയമെൻഷൻ ആണ്, ഈസ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് x1 സാറ്റിസ്ഫൈങ് ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം a1 x1 is equal to b. അല്ലേ, അതായത് x1 എന്ന് പറഞ്ഞ ഒരൊറ്റ ഇത് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, ഓർഡേഡ് പെയർ ഉണ്ടാവില്ല, ഒറ്റ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ x1, അത് ഫസ്റ്റ് ഓർഡർ ആണ്, ഒരു പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയാ, അത് ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? a1 x1 is equal to b എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ ഹൈപ്പർ പ്ലെയിൻ ഓഫ് R1 അല്ലെങ്കിൽ ഹൈപ്പർ പ്ലെയിൻ ഇൻ R1 ആണ് ആര്? x1 എന്ന് പറയാൻ പറ്റും. ഇനി അതൊരു ക്ലോസ്ഡ് ഹാഫ് സ്പേസ് ആവുമ്പോഴാണ് a1 x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ആവണം, അല്ലെങ്കിൽ a1 x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു b ആവണം. അപ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ക്ലോസ്ഡ് ഹാഫ് സ്പേസ് എന്ന് വിളിക്കുക. അപ്പൊ അത് നമ്മൾ ഗ്രാഫിക്കലി വരയ്ക്കുമ്പോൾ അതൊരു റേ ആയിരിക്കും. ഫസ്റ്റ് ഡയമെൻഷൻ ആണെങ്കിൽ ആകുമ്പോൾ അതെന്തായിരിക്കും? ഒരു റേ ആയിരിക്കും. അതായത് ഒരു പോയിന്റ് എന്ന് ഈ പറയുന്ന x1 എന്ന് പറയുന്ന ഇതിലെ ഒരു പോയിന്റ് കൂടെയുള്ള എന്തായിരിക്കും? ഒരു റേ ആയിരിക്കും. അത് ഫസ്റ്റ് ഡയമെൻഷൻ ആണ്, അതിന് കാണാണ്ടാവില്ല, ഒരു ലൈൻ മാത്രമായിരിക്കും ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. സീറോ ഡയമെൻഷൻ ആണെങ്കിൽ അത് ഒരു പോയിന്റ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈനെയാണ് നമ്മൾ ഫസ്റ്റ് ഡയമെൻഷൻ വിളിക്കുക. നേരെ സെക്കൻഡ് ഡയമെൻഷനിലേക്ക് വരുമ്പോൾ ഹൈപ്പർ പ്ലെയിൻ ഇൻ R2 എന്ന് പറയുന്നത്, R2 ഒരു ഹൈപ്പർ പ്ലെയിൻ നോക്കുകയാണെങ്കിൽ the set of points x1 x2 and ordered pair ആയി രണ്ട് പോയിന്റ് ഉണ്ട് x1 x2 സാറ്റിസ്ഫൈങ് an equation of the form. ഏത് ഇക്വേഷൻ ആയിരിക്കും? a1 x1 plus a2 x2 is equal to b എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പർ പ്ലെയിൻ എന്ന് വിളിക്കും. നേരെ മറിച്ച് ക്ലോസ്ഡ് ഹാഫ് സ്പേസ് ഓഫ് a1 x1 plus a2 x2 plus x2 x2 less than or equal to b, അല്ലെങ്കിൽ a1 x2 plus a2 x2 greater than or equal to b ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ക്ലോസ്ഡ് ഹാഫ് സ്പേസ് എന്ന് വിളിക്കും. a1 x1 plus a2 x2 less than or equal to b എന്നാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനെയാണ് ക്ലോസ്ഡ് ഹാഫ് സ്പേസ് എന്ന് വിളിക്കുക. ഇനി മുകളിലേക്കാണ് ഷെയ്ഡ് എന്നുണ്ടെങ്കിൽ അതും തന്നെയാണ് ക്ലോസ്ഡ് ഹാഫ് സ്പേസ് തന്നെയായിരിക്കും. ഇനി ഹൈപ്പർ പ്ലെയിൻ ഓഫ് R3യുടെ ഹൈപ്പർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ തേർഡ് ഡയമെൻഷൻ, അപ്പൊ 3 പോയിന്റുകളുണ്ട് x1 x2 x3. അത് എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുക? ഇക്വേഷൻ a1 x1 plus a2 x2 plus a3 x3 is equal to b എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഹൈപ്പർ പ്ലെയിൻ എന്ന് വിളിക്കുക. നേരെ മറിച്ച് ക്ലോസ്ഡ് ഹാഫ് സ്പേസ് ആവണമെങ്കിൽ a1 x1 plus a2 x2 plus a3 x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ആവണം, അല്ലെങ്കിൽ a1 x1 plus a2 x2 plus a3 x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു b ആണെങ്കിൽ അതിനെ ക്ലോസ്ഡ് ഹാഫ് സ്പേസ് എന്നാണ് ഉണ്ടാവുക. അത് നമ്മൾ 3 ഡയമെൻഷനിലായിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഒരു ക്ലോസ്ഡ് ഹാഫ് സ്പേസ് ഉണ്ടായിരിക്കുക. ക്ലിയർ ആണോ? അടുത്തൊരു തിയർ ആണ്. The constraint set of canonical maximization or canonical minimization linear programming problem is convex
such a set is said to be polyhedral convex set. ഒരു canonical maximization അല്ലെങ്കിൽ canonical minimization linear programming problem. Canonical maximization എന്ന് പറഞ്ഞാൽ maximize എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം നമ്മൾ canonical form കണ്ടിരുന്നു. അങ്ങനത്തെ canonical maximization ആയിട്ടുള്ള അല്ലെങ്കിൽ canonical minimization ആയിട്ടോ ഉള്ള ഒരു linear programming problem ആണ് വിചാരിക്കുക. ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ആണ് എന്ന് വിചാരിക്കുക. ആ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് വരുമ്പോൾ അതൊരു കോൺവെക്സ് ആണ് എങ്കിൽ അത്തരത്തിലുള്ള കോൺവെക്സിനെയാണ് നമ്മൾ പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ് എന്ന് വിളിക്കുക. അത്തരത്തിലുള്ള കോൺവെക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പം polyhedral refers to the fact that the boundaries of the constraint set are higher planes. നമ്മൾ polyhedral എന്ന് പറയുന്നത് എന്താണ്? The boundaries of the constraint sets are hyperplanes. Hyperplane എന്താണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ. എന്താണ് hyperplane എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 x2 x3 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടെങ്കിൽ അത് a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 ഈക്വൽ ടു b എന്ന് പറയുന്ന കണ്ടീഷൻ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ആ തരത്തിലുള്ള ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ എന്ത് ചെയ്യുക? കൺസ്ട്രെയിൻസ് അതിന്റെ ബൗണ്ടറീസ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പ്ലെയിൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിഹീഡ്രൽ എന്ന് പറയാം. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ 2x1 പ്ലസ് 3x2 2x1 പ്ലസ് 3x2 ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഒക്കെ ആവാം നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റുന്നു? ഹൈപ്പർ പ്ലെയിനിലേക്ക് മാറ്റാം. ഇതിന് ഹൈപ്പർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പോൾ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്നോ ഒക്കെ ആയിരുന്നിരിക്കാം. അപ്പോൾ നമ്മൾ അതിനെ ഹൈപ്പർ പ്ലെയിൻ ആയിട്ട് മാറ്റി. ഹൈപ്പർ പ്ലെയിനിലേക്ക് മാറ്റുമ്പോൾ 2x1 പ്ലസ് 3x2 ഈക്വൽ ടു 4. അപ്പോൾ അത് നമ്മൾ ഗ്രാഫിക്കലി വരയ്ക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ലൈൻ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ വേറൊരു പോയിന്റ് ഉണ്ട് ഇതുപോലെ. ഏത്? നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് നിങ്ങൾക്ക് തന്നത്. അതിലൊരു 4x1 പ്ലസ് 5x2 എന്ന് പറഞ്ഞിട്ടൊരു എന്തുണ്ട്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നോ എന്താണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഹൈപ്പർ പ്ലെയിനിലേക്ക് ആകുമ്പോൾ ഈക്വൽ ടു 5 നോക്കി അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബൗണ്ടറി വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ബൗണ്ടറികൾ എന്താ പറഞ്ഞത്? കൺസ്ട്രെയിൻറ്റ് സെറ്റ് ഓഫ് കാനോണിക്കൽ മാക്സിമൈസേഷൻ ഓർ കാനോണിക്കൽ മിനിമൈസേഷൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഈസ് കോൺവെക്സ്. നമ്മളത് കൺസ്ട്രക്ട് ചെയ്തപ്പം നമുക്ക് തന്ന പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? കാനോണിക്കൽ മാക്സിമൈസേഷൻ ആയിക്കോട്ടെ കാനോണിക്കൽ മിനിമൈസേഷൻ ആയിക്കോട്ടെ, പ്രോബ്ലം മാക്സിമൈസ് ആയാലും മിനിമൈസ് ആയാലും ഒന്നും കുഴപ്പമില്ല. ആ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു കോൺവെക്സ് ആണ് എന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് കിട്ടി? ഒരു കോൺവെക്സ് ആണെന്ന് കിട്ടി. അങ്ങനെയാണ് സച്ച് എ സെറ്റ് ഈസ് സെഡ് ടു ബി പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ്. അത്തരത്തിലുള്ള സെറ്റിനെയാണ് നമ്മൾ പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ്. അപ്പോൾ ഇവിടെ ഇതെന്താണ്? ഒരു പോളിഹീഡ്രൽ, ഇതിനെയാണ് എന്ത് വിളിക്കുക? പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് ഇത് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ സാധനത്തിന് എന്ത് വിളിക്കും? ഈ സാധനത്തിന് ഒരു പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ് എന്ന് വിളിക്കുക. കാരണം അതിൽ ഇങ്ങനെ ലൈൻ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. ഫസ്റ്റത്തെ ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ടാവും, രണ്ടാമത്തെ ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ടാവും. ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഇൻ്റർസെക്ഷൻ ആണ് എന്തുണ്ടാവുക? ഇൻ്റർസെക്ഷൻ കോൺവെക്സ് സെറ്റ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഇതാണ് അതിൻ്റെ എന്ത്? കോൺവെക്സ് സെറ്റ്. അപ്പോൾ ഈ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ് എന്ന് നമ്മൾ വിളിക്കും. നേരെ പക്ഷെ അത് ഇങ്ങനെയായിരുന്നു നമ്മൾ എന്ത് ചെയ്ത് വരച്ചത്. അപ്പോൾ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് എന്ത്? നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഇതൊരു കോൺവെക്സ് സെറ്റ് ആണോ നോക്കുക. കോൺവെക്സ് സെറ്റ് ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ് എന്ന് വിളിക്കും. പിന്നെ പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ് തന്നെ ബൗണ്ടഡും അൺബൗണ്ടഡും ഉണ്ട്. അത് നമ്മൾ കുറച്ച് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. ഒന്നുമില്ല, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിലേതാ ബൗണ്ടഡ്. ഒരു ബൗണ്ടറി ഉള്ളത് ആണ്, അതിനെ എന്ത് വിളിക്കും? ബൗണ്ടഡ്. ഇവിടെ എന്തില്ല? ഇവിടെ നിങ്ങോട്ട് ഈ വാല്യൂ ഇവിടെ ഏത് വരെ പോകണമല്ലോ പോവാലോ. അപ്പോൾ അതെന്താണ്? അൺബൗണ്ടഡ് ആണ്. പോളിഹീഡ്രൽ ബൗണ്ടഡ് കോൺവെക്സ് സെറ്റും പോളിഹീഡ്രൽ അൺബൗണ്ടഡ് കോൺവെക്സ് സെറ്റും ആണ് ഇത്. ഓക്കെ, പോളിഹീഡ്രൽ
എന്താണ് എന്നാണ് പറഞ്ഞത്. The constraint set of canonical maximization or canonical minimization linear programming problem. Canonical maximization ഓ canonical minimization ആയിട്ടുള്ള linear programming പ്രോബ്ലത്തിന്റെ canonical minimization ഓ canonical maximization ആയിട്ടുള്ള linear programming problem ഒരു കോൺവെക്സ് ആണ് എന്നുണ്ടെങ്കിൽ, അതൊരു കോൺവെക്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ്. ഇത് കോൺവെക്സ് അല്ല എന്നുണ്ടെങ്കിൽ അത് പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ് അല്ല. കോൺവെക്സ് ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ് ആവുകയുള്ളൂ. ക്ലിയർ ആണോ? അടുത്ത ടേമാണ് നോം ഓഫ് എ പോയിന്റ്. നോം ഓഫ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പൊ x1 x2 x3 എക്സെട്ര x എന്ന് പറയുന്നത് ബിലോങ്സ് ടു Rn ആണ്. അങ്ങനെയാണ് ദ നോം ഓഫ് x എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നതാണ് which is equal to root of x1 square plus x2 square plus x3 square plus etc xn square. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ സെന്ററിൽ നിന്ന് ഒരു പോയിന്റിന്റെ നോം എന്ന് പറഞ്ഞാൽ സെൻട്രൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള യൂക്ലിഡിയൻ ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. 2, 3 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ ഇത്ര ചെയ്താൽ മതി, റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ചെയ്താൽ മതി. അതേപോലെ x1 x2 x3 എക്സെട്ര xn എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോം എന്ന് വിളിക്കുക. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ പറയുന്ന നോം എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര xn സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ റേഡിയസ് ആർ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ. റേഡിയസ് ആർ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിക്കോട്ടെ, ആറിൻ്റെ വാല്യൂ 0 ആയിക്കോട്ടെ, 0-നെക്കാളും വലുതും ആവാം. ഓക്കെ, ദ സെറ്റ് ഓഫ് പോയിന്റ്സ് x1 x2 x3 etc xn belongs to Rn such that norm x less than or equal to R is said to be closed ball of radius R. Closed ball of radius R centered at origin. Closed ball of radius R centered at origin എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ R greater than or equal to 0 ആകുമ്പം നോം എക്സിന്റെ വാല്യൂ ആറിനേക്കാൾ ചെറുതോ ഈക്വലോ ആവാം. അതായത് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് സെൻട്രൽ നിന്ന് ആ പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ സെൻട്രൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ റേഡിയസിനേക്കാളും കുറവോ ഈക്വലോ ആവുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോം എന്ന് വിളിക്കുക. അപ്പം ഇവിടെ ഇപ്പം ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സാമ്പിൾ വന്നിട്ടുണ്ട്, ദ ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ് 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, 0 എന്ന് പറയുന്ന പോയിന്റ്. ആ 0 എന്ന് പറയുന്ന പോയിന്റിന്റെ ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ്, ആ 0 എന്ന് പറയുന്ന 0 റേഡിയസ് ഉള്ള ഇതിന്റെ ക്ലോസ്ഡ് ബോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ ഒറിജിൻ തന്നെയാണ്. കാരണം ഇപ്പം ഞാൻ ഒരു ഇതിന്റെ റേഡിയസ് 0 എന്ന് പറഞ്ഞാൽ അത് ആ പോയിന്റ് തന്നെയല്ലേ, 0 അങ്ങോട്ടുള്ള ഒറിജിന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ആ ഒറിജിനിൽ തന്നെയാണ് ആ പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ 0 തന്നെ ആ പോയിന്റ് കിടക്കണം, ഒറിജിൻ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ 0 ആണ്, അപ്പോൾ ആ പോയിന്റ് തന്നെയായിരിക്കും. നേരെ മറിച്ച് ദ ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ് ആർ ഗ്രേറ്റർ ദാൻ 0, ആറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ 0-നേക്കാളും വലുതാകുമ്പോൾ, റേഡിയസിന്റെ വാല്യൂ 0-നേക്കാളും വലുതാകുമ്പോൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ ഇൻ R1, ഡയമെൻഷൻ എന്താണ്, R1 ആണ്. മറ്റേത് എന്താ, ഡയമെൻഷൻ R0 ആണ്. അതിന് ഒരൊറ്റ പോയിന്റിൽ ഒതുങ്ങിയത്. R1 എന്ന് പറഞ്ഞാൽ അതൊരു ലൈൻ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാം. ഈസ് എ ലൈൻ സെഗ്മെന്റ് ഇൻക്ലൂഡിങ് എൻഡ് പോയിന്റ്സ്, എൻഡ് പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു ലൈൻ സെഗ്മെന്റ് ആയിരിക്കും. ഈ വരച്ച് വെച്ചിട്ടുള്ളതാണ് എന്ത്, ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ് ആർ ഗ്രേറ്റർ ദാൻ 0 സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ വിത്ത് ഡയമെൻഷൻ 1. ഡയമെൻഷൻ 1 ആകുമ്പോഴുള്ള ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ആയിരിക്കും. ഇനി ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ് ആർ ഗ്രേറ്റർ ദാൻ 0 സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ ഇൻ R2, സെക്കൻഡ് ഡയമെൻഷനിലുള്ള ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ് ആർ ഗ്രേറ്റർ ദാൻ 0 സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഒരു പ്ലെയിനിൽ നമ്മളൊരു സർക്കിൾ വരച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതായിരിക്കും. കാരണം നോക്കിയേ, നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ, നോം എക്സ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഈ പോയിന്റ് ഒരു സെക്കൻഡ് ഡിഗ്രി അല്ലേ,
ഓക്കെ, സെക്കൻഡ് ഡിഗ്രി അല്ല, ഡയമെൻഷൻ 2 ആണ്. ഒറിജിൻ നിന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r, റേഡിയസ് എന്ന് പറയുന്നത് നോം എക്സിനേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും. അതുപോലെ ഇനി ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ് r greater than 0 centered at origin in r3. Closed ball of radius r greater than 0. Closed ball of r greater than 0 centered at origin in r3. തേർഡ് ഡയമെൻഷനിലാകുമ്പം അതെന്തായിട്ട് മാറും? ഒരു സ്ഫിയർ ആയിട്ട് മാറും. അതിൻ്റെ ഒരു സ്ഫിയർ ആയിട്ട് മാറും. സ്ഫിയർ ആണ്, 3 ഡയമെൻഷനിലാണ്. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ 3 ഡയമെൻഷൻസ് ഉണ്ട്. അതെന്തായിട്ട് മാറും? ഒരു സ്ഫിയർ ആയിട്ട് മാറും. അതായത് ഇതിനെയാണ് എന്ത് വിളിക്കുക? ഇതിനെയാണ് closed ball of radius r greater than 0 centered at the origin in r3. ഇതിനെയാണ് എന്ത് വിളിക്കുക? closed ball of radius r greater than 0 centered at origin in r2. ഇതിനെയാണ് എന്ത് വിളിക്കുക? closed ball of radius r greater than 0 centered at origin in r1. ഇനിയോ closed ball of radius r equal to 0 centered at origin എന്ന് പറഞ്ഞാൽ the origin itself ആണ്, ആ പോയിന്റ് തന്നെ ആണ് അത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ് r വെച്ചിട്ടാണ് ബൗണ്ടഡും അൺബൗണ്ടഡും എക്സ്പ്ലെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പോൾ ക്ലോസ്ഡ് ബോൾ ഓഫ് r നമ്മൾ പറഞ്ഞത്. The subset S of Rn is said to be bounded if there exists r greater than 0 such that every element S is contained in the closed ball of radius r. ഒരു r റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ എല്ലാ പോയിന്റുകളും എന്തിലായിരിക്കണം? അതിൽ വന്നിരിക്കണം. ആ പറയുന്ന റീജിയണിലുള്ള എല്ലാ പോയിന്റുകളും ആ ക്ലോസ്ഡ് ബോളിന്റെ അണ്ടറിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമ്മൾ ബൗണ്ടഡ് എന്ന് വിളിക്കും. The closed ball of radius r centered at origin നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ all points of S belongs to that closed ball of radius r ആണെങ്കിൽ അതിനെ നമ്മൾ ബൗണ്ടഡ് എന്ന് വിളിക്കും. അതർവൈസ് നമ്മൾ അതിനെന്ത് വിളിക്കും? അൺബൗണ്ടഡ് എന്ന് വിളിക്കും. ഇപ്പൊ ഈ ഇവിടെ നോക്കിയത് ബൗണ്ടഡ് ആണ്, നേരത്തെ വരച്ച അതേ ഫിഗർ ആണ്. ബൗണ്ടഡ് അൺബൗണ്ടഡ് ആയിട്ട് നമ്മൾ വരച്ചത്. ഇവിടെ ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ് ആറിന്റെ ഉള്ളിലായിട്ടാണ് എന്ത് വന്നത്? ദ എസ് സബ്സെറ്റ് എസ് വന്നത് അല്ലേ? പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ നേരെ മറിച്ച് നമ്മളൊരു ക്ലോസ്ഡ് ബോൾ വരച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന്റെ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുണ്ട്, ഫുള്ള് ഉണ്ട്, ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അതിൽ എന്തല്ല, എല്ലാ പോയിന്റുകളും എസിലുള്ള എല്ലാ പോയിന്റുകളും ആ ക്ലോസ്ഡ് ബോളിൽ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കുന്നു? അൺബൗണ്ടഡ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ്ട്രീം പോയിന്റ് ഓഫ് എസ് എന്ന് നോക്കാം. ലെറ്റ് എസ് ബി എ കോൺവെക്സ് സെറ്റ് ഇൻ ആർ എൻ. എസ് എന്ന് പറയുന്ന ഒരു കോൺവെക്സ് സെറ്റ് ആണ്. ഇ ബിലോങ്സ് ടു എസ്. ഇ ബിലോങ്സ് ടു എസ് ഈസ് സെറ്റ് ടു ബി എക്സ്ട്രീം പോയിന്റ് ഓഫ് എസ്. ഇ എന്ന് പറയുന്ന ഒരു പോയിന്റ് എക്സ്ട്രീം പോയിന്റ് ആണ്. എസിന്റെ എക്സ്ട്രീം പോയിന്റ്, അഥവാ ആ കോൺവെക്സ് സെറ്റിന്റെ എക്സ്ട്രീം പോയിന്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇഫ് ദർ ഈസ് do not exist xy belongs to S and t with 0 less than t less than 1 such that E is equal to tx plus 1 minus ty. അതായത് അങ്ങനെ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ, അതായത് എക്സ്ട്രീം പോയിന്റ് ആണ് എസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് പിന്നെ എന്തുണ്ടാവരുത്? വേറൊരു പോയിന്റ് ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പോയിന്റിനെ നമ്മൾ എക്സ്ട്രീം പോയിന്റ് എന്ന് വിളിക്കുള്ളൂ എന്നാണ്. അതായത് എസ് എന്ന് പറയുന്ന കോൺവെക്സ് സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇ ബിലോങ്സ് ടു എസ്. ഇ എന്ന് പറയുന്നത് എസിലുള്ള ഒരു പോയിന്റ് ആണ്. ഇ ബിലോങ്സ് ടു എസ് ആണ്. പക്ഷെ അത് എക്സ്ട്രീം പോയിന്റ് ആവണമെങ്കിൽ, ഇ എന്ന് പറയുന്നത് എക്സ്ട്രീം പോയിന്റ് ആണെങ്കിൽ if there is do not exist xy belongs to x such that E is equal to tx plus 1 minus ty. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഇല്ല, ലെസ് ദാൻ t ലെസ് ദാൻ 1 ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ നമുക്കറിയുന്ന ഒരു കാര്യമാണ് tx plus 1 minus ty where 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഒരു ലൈൻ സെഗ്മെന്റിനെ ജോയിൻ ചെയ്യുന്ന, ഒരു എക്സിനും വൈനെയും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. അതിൽ ആര് ഇൻക്ലൂഡഡ് ആണ്?
എക്സും വൈ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ടി എക്സ് പ്ലസ് 1 മൈനസ് ടി വൈ വേർ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ലൈൻ സെഗ്മെന്റ് തന്നെയാണ്. പക്ഷെ അതിൽ ആര് ഇൻക്ലൂഡഡ് ആയിരിക്കൂല, ദ ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ നോട്ട് ഇൻക്ലൂഡിങ് ദ പോയിന്റ്സ് എക്സ് ആൻഡ് വൈ. എക്സും വൈ ഇൻക്ലൂഡ് അല്ലാത്ത രണ്ട് പോയിന്റ്, എക്സും വൈ ഇൻക്ലൂഡ് അല്ലാത്ത ലൈൻ സെഗ്മെന്റിനെയാണ് എന്ത് നമ്മൾ ഈ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ hence a point E belongs to S is an extreme point. E എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം പോയിന്റ് ആണ് എങ്കിൽ, എസിന്റെ ഒരു എക്സ്ട്രീം പോയിന്റ് ആണെങ്കിൽ അവിടെ വേറൊരു ലൈൻ സെഗ്മെന്റ് ഉണ്ടാവില്ല. there is no line segment within S, there is no line segment within S contains E, there is no line segment within S contains E except at the end point. ഈ അല്ലാത്ത വേറൊരു ലൈൻ സെഗ്മെന്റ്, എൻഡ് പോയിന്റ് അല്ലാത്ത വേറൊരു ലൈൻ സെഗ്മെന്റ് എന്ത് ചെയ്യൂല, അവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. എക്സ്ട്രീം പോയിന്റ്സ് ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ് കറസ്പോണ്ട്സ് ടു ദ കോർണേഴ്സ് ഓഫ് പോളിഹീഡ്രൽ കോൺവെക്സ് സെറ്റ്. അതൊരു പ്രശ്നം ഉള്ളത് എന്താ വെച്ചാൽ ഇവിടെ പറയുന്നു, അതൊരു ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ആണ്. എന്തോ എക്സ്ട്രീം points of linear programming corresponds to the corners of polyhedral convex set. കോർണറുകളിലാണ് എന്ത് എക്സ്ട്രീം പോയിന്റ് ഉണ്ടാവുക എന്ന് ഒരു ഇൻഡ്യൂറ്റീവ് ഡെഫിനിഷൻ ആയിട്ട് പറയുന്നതാണ്. അതായത് അതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇതിപ്പം ഒരു കോൺവെക്സ് സെറ്റ്, അതിന്റെ കോർണറുകളിലാണ് എന്ത് പറഞ്ഞാൽ ഇതാവാം, 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 ഇതാവാം. ഓക്കെ, 4 കോർണറാണ്. ഇതും ഇപ്പൊ എന്താണ് കോൺവെക്സ് സെറ്റ് ആണ്. ഓക്കെ, അതിലും എന്താവാം കോർണറുകളിലാവാം. അപ്പോൾ കോർണർ എന്ന് പറഞ്ഞാൽ ഇതാവാം, ഇതാവാം, ഇതാവാം. പക്ഷെ ഇതും എന്ത് തന്നെയാണ് കോൺവെക്സ് സെറ്റ്, അതിന് കോർണറുകളില്ല. മനസ്സിലായോ? അപ്പം അതിൽ കറസ്പോണ്ട്സ് എക്സ്ട്രീം പോയിന്റുകൾ എപ്പോഴും എന്താണ് കറസ്പോണ്ട്സ് ടു ദ കോർണേഴ്സ് എന്ന് പറയുന്ന ഡെഫിനിഷൻ നിങ്ങൾ നോക്കണ്ട. പക്ഷെ അത് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഈ സർക്കിൾ ആകുമ്പോഴേ എന്തുണ്ടാവാതിരിക്കുള്ളൂ, കോർണർ ഉണ്ടാവാതിരിക്കുള്ളൂ. ബാക്കിയുള്ള കേസിലൊക്കെ എന്ത് തന്നെയായിരിക്കും, കോർണറുകൾ തന്നെയാവും എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രീം പോയിന്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും, ഇപ്പോൾ ഹയസ്റ്റ് പോയിന്റ് ആണെങ്കിലും ലോവസ്റ്റ് പോയിന്റ് ആണെങ്കിലും അതായിരിക്കും എന്ത് എക്സ്ട്രീം ആയിട്ടുള്ള വാല്യൂ. അതിൻ്റെ അപ്പുറത്ത് ഉണ്ടാവില്ല, ഒരു വാല്യൂ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതിൽ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റുകൾ ഏതെങ്കിലും ആവും. ഓക്കെ, ഇതിപ്പോൾ മിനിമൈസേഷനോ മാക്സിമൈസേഷനോ ആയിക്കോട്ടെ, സൊല്യൂഷൻ ആയിട്ട് വരുന്നത് ഒന്നുകിൽ ഈ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ പോയിന്റ് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ എക്സ്ട്രീം വാല്യൂസ് ഒന്നുകിൽ ഈ പോയിന്റ് ആയിരിക്കും, ഈ പോയിന്റ് ആയിരിക്കും, ഈ പോയിന്റ് ആയിരിക്കും അതിൻ്റെ എന്തായിട്ട് വരിക, സൊല്യൂഷൻ ആയിട്ട് വരിക. അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇതിൽ ഈ ഏതെങ്കിലും ഒരു പോയിന്റുകളായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരിക. കാരണം അതിൻ്റെ പുറമെ അപ്പുറത്ത് ഇവിടെ എന്തുണ്ടാവില്ല, ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. അതുപോലെ ഇതിൻ്റെ ഇപ്പുറത്ത് ആണെങ്കിൽ ഇവിടെ എന്ത് സൊല്യൂഷൻ ഉണ്ടാവില്ല. അതായത് ഇവിടെയോ ഒന്നും അതിനെന്തുണ്ടാവില്ല, സൊല്യൂഷൻ ഉണ്ടാവില്ല. എക്സ്ട്രീം പോയിന്റുകളിൽ മാത്രമേ അതിനെന്തുണ്ടാവുള്ളൂ, സൊല്യൂഷൻ ഉണ്ടായിരിക്കുള്ളൂ. ആ സൊല്യൂഷൻ ഉണ്ടാകുന്ന അവസാനത്തെ പോയിന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്ട്രീം പോയിന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? നോക്കാം. ഫസ്റ്റ് തിയറം പറയുന്നതാണ്, ഇഫ് ദ കൺസ്ട്രെയിന്റ് സെറ്റ് എസ് ഓഫ് canonical maximization of canonical minimization linear programming problem is bounded, then the maximum or minimum value of the objective function is attained at the extreme points of S. അതായത് ഈ തിയറം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ LTP സോൾവ് ചെയ്യണത് തന്നെ. If the constraint set of S of canonical maximization or canonical minimization linear programming problem is bounded, ഒരു canonical maximization ഓ canonical minimization ഓ ആയിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ എന്താ കൺസ്ട്രെയിൻസ് ബൗണ്ടഡ് ആണ് എങ്കിൽ, അതിന്റെ സൊല്യൂഷൻ ഉണ്ടാവുക മിനിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മിനിമം വാല്യൂവിനെ അല്ലെങ്കിൽ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ആ സൊല്യൂഷൻ ഉണ്ടായിരിക്കുന്നത് എവിടെയായിരിക്കും, എക്സ്ട്രീം പോയിന്റുകളിൽ ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. അതിന്റെ എക്സ്ട്രീം പോയിന്റിലായിരിക്കും സൊല്യൂഷൻ ഉണ്ടാകുക. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ എന്താണ് ഈ കോർണറുകൾ നമ്മൾ ഇൻഡ്യൂറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കോർണറുകളിലായിരിക്കും അതിൻ്റെ എന്തുണ്ടാവുക, സൊല്യൂഷൻ ഉണ്ടാവുക. എവിടെയാണെങ്കിൽ ഈ കോർണറിൽ, ഇതിൽ തന്നെ കോർണർ ഇല്ലാത്തൊരു പ്രശ്നമാണ്. പക്ഷേ ഈ എൻഡ് പോയിന്റുകളിലായിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റുകളിലായിരിക്കും അതിനെന്തുണ്ടാവുക, സൊല്യൂഷൻ ഉണ്ടാവുക എന്നാണ് തിയറം എന്ത് ചെയ്യണത്, പറയണത്. അതുപോലെ ഒരു തിയറം കൂടി പറയുന്നുണ്ട്, എന്താണ്
if the constraint set of S, the constraint set S of canonical maximization LPP is unbounded and there exists M belongs to R such that the objective function F satisfies F of x1, x2, x3, etc. xn less than or equal to M for all x1, x2, x3, etc. S. അതായത് എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് എബവ്, എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, then the maximization value of an objective function is attained at an extreme point of S. S എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെങ്കിൽ, മാക്സിമൈസേഷൻ കേസ് ആണെങ്കിൽ അതിലെ എഫിന്റെ എഫ് എന്ന് പറയുന്ന ആ കൺസ്ട്രെയിൻസുകൾ ബൗണ്ടഡ് ആണെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കുക എക്സ്ട്രീം പോയിന്റിലാണ്. അതിപ്പോൾ ഇതിന്റെ തന്നെ ഒരു രണ്ടെണ്ണത്തിനും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞതാണ്. ഇത് കനോണിക്കൽ മാക്സിമൈസേഷൻ ആണെങ്കിൽ, കനോണിക്കൽ മാക്സിമൈസേഷൻ ആണെങ്കിൽ അതിന്റെ എക്സ്ട്രീം വാല്യൂ ഉണ്ടായിരിക്കുന്നത് എവിടെയായിരിക്കും? എക്സ്ട്രീം പോയിന്റ് ഓഫ് എസ്, അതിന്റെ ഒരു എക്സ്ട്രീം പോയിന്റിലാണ് അതിൻ്റെ ഒന്നുണ്ടാവുക, സൊല്യൂഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ if the constraint set of S is canonical minimization of LPP, canonical minimization ആണ് എങ്കിൽ, canonical minimization എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കലാണ് ഉണ്ടാവുക. അപ്പോൾ അതും അൺബൗണ്ടഡ് ആണെങ്കിൽ, നേരത്തെ ബൗണ്ടഡ് ആണെങ്കിൽ, അൺബൗണ്ടഡ് ആണെങ്കിലും LPP is unbounded തന്നെയാണ് അല്ലേ, അൺബൗണ്ടഡ് ആണെങ്കിലും അതിന് താഴെയുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിലും എന്താണ്, മിനിമൈസേഷൻ ആണെങ്കിലും അതിന്റെ എക്സ്ട്രീം വാല്യൂ തന്നെയായിരിക്കും എന്തുണ്ടാവുക, അതിന്റെ ബൗണ്ടറി ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് if G is bounded below by M, then minimum value of the objective function is attained at an extreme point of S. ഇപ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഈ രണ്ട് തിയറം എന്താ പറഞ്ഞതെന്ന് ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മളെ കൺസ്ട്രെയിൻസ് കിട്ടിയത്, ഞാനിത് വരച്ചു വെച്ചു. ഓക്കെ, മാക്സിമൈസേഷൻ ആണ് പ്രോബ്ലം, കനോണിക്കൽ മാക്സിമൈസേഷൻ ആണ് പ്രോബ്ലം. കനോണിക്കൽ മാക്സിമൈസേഷൻ ആയി നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെയാണ് ഗ്രാഫിക്കലി കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടായിരിക്കുക എവിടെയായിരിക്കും എന്നാ പറയണേ? ഈ എൻഡ് പോയിന്റിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞത്, മാക്സിമൈസേഷൻ ആണെങ്കിൽ. ഇനി മിനിമൈസേഷൻ ആണെങ്കിലും അൺബൗണ്ടഡും ആണ്. അൺബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഈ ക്വസ്റ്റ്യൻ എന്താണ്, അൺബൗണ്ടഡ് ആണ്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ എല്ലാ പോയിന്റുകളും അതിൻ്റെ ഉള്ളിൽ വരുന്നില്ല, അപ്പോൾ അതെന്താണ്, അൺബൗണ്ടഡ് ആണ്. അൺബൗണ്ടഡ് ആണെങ്കിലും ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടാവുന്നത് എവിടെയായിരിക്കും? ഇതിന്റെ എൻഡ് പോയിന്റിലായിരിക്കും എന്നാ പറഞ്ഞത്. മിനിമൈസേഷൻ ആണ് പ്രോബ്ലം, ശ്രദ്ധിക്കണം, മിനിമൈസേഷൻ ആണെങ്കിൽ ഇതിന്റെ എൻഡ് പോയിന്റ് ആയിട്ട് ഇവിടെയോ ഒക്കെ ആയിരിക്കും എന്തുണ്ടാവുക, അതിന് സൊല്യൂഷൻ ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ബൗണ്ടഡ് ആണെങ്കിൽ എക്സ്ട്രീം പോയിന്റ് തന്നെ ഉണ്ടാവുക, അൺബൗണ്ടഡ് മിനിമൈസേഷൻ ആണ്, അൺബൗണ്ടഡ് ആണ്, അപ്പോഴും എന്ത് തന്നെ ഉണ്ടാവുക, എക്സ്ട്രീം പോയിന്റുകൾ തന്നെയാണ് സൊല്യൂഷനിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ തിയറം കേട്ടിട്ട് ബേജാറാവാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ എങ്ങനെയാണ് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയുള്ള എന്താണ് തിയറംസും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടായിരുന്നാൽ മതി. ഈ ടെർമിനോളജിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ചെറിയ മാർക്കിന് പ്രോബ്ലംസ് ആയിട്ട് ചെറിയ മാർക്കിനായിട്ട് ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്യാം, ചോദിക്കാം. തിയറംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. പക്ഷേ ഈ തിയറം കണ്ട് നിങ്ങൾ ബേജാറാവാൻ നിൽക്കേണ്ട ആവശ്യമില്ല.